നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചാണോ ബ്രേക്കാണോ ആദ്യം ചവിട്ടേണ്ടത്. അതായത് വാഹനം നമ്മളൊന്ന് സ്പീഡ് കുറയ്ക്കുകയാണ്, അതായത് സ്പീഡ് കുറച്ചു ഏകദേശം നിർത്താൻ വേണ്ടി പോവുകയാണെന്ന് തന്നെ സങ്കല്പിക്കുക. ആദ്യം ക്ലച്ച് ചവിട്ടണോ അതോ ബ്രേക്ക് ചവിട്ടണോ? സ്വാഭാവികമായിട്ട് നമ്മൾ വാഹനം നിർത്താൻ പോവുകയാണല്ലോ, അതായത് ഏതായാലും നടി കുളത്തിലോട്ട് ചാടുകയാണ്, ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് പറയുന്ന രീതി ആകല്ലേ. അതായത് നമ്മൾ വാഹനത്തിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യണം, കാരണം നമുക്ക് നിർത്തണം. പക്ഷേ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനം 5th ഗിയറിലാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഇടിക്കാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ക്ലച്ചും കൂടെ ചവിട്ടണ്ടേ? വേണ്ട. അവിടെയാണ് നിങ്ങൾക്ക് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ വാഹനം ഏതൊരു സ്പീഡിലെത്തുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, ഇതൊരു മാനുവൽ വാഹനം അല്ല, ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം, എനിക്ക് കാണിക്കാൻ ക്ലച്ചില്ല. ഏതായാലും ഞാൻ ക്ലച്ചുള്ള വാഹനത്തിലോട്ടൊന്ന് പെട്ടെന്ന് കയറാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഒരു ക്ലച്ചുള്ള വാഹനത്തിലോട്ട് നമ്മൾ കയറുകയാണ്. അങ്ങനെ നമ്മളൊരു ക്ലച്ചുള്ള വാഹനത്തിൽ ഇപ്പോൾ വന്നിരുന്നിട്ടുണ്ട്. ഒരു സ്വിഫ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. വള്ളിയൊക്കെ എടുത്ത് പുറത്തോട്ടിട്ടേക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ മൂന്നും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നൊരു കാര്യം, ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്നുണ്ട്. അത് നോർമൽ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ആക്സിലറേറ്ററിൽ നിന്ന് ഞാൻ കാലെടുത്തു. ഓക്കെ, ഇപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് ഒന്ന് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് നോർമലിനെ അപേക്ഷിച്ച് ഒന്ന് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് ചെയ്യാൻ പോകുന്നൊരു കാര്യം ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററിൽ ഏകദേശം ഒരു 60 കിലോമീറ്റർ സ്പീഡിലായിരിക്കും നിങ്ങൾ പോകുന്നത്. ഗിയർ ആകട്ടെ 5th ഗിയറിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, 5th ഗിയറിൽ പോകുന്നു, ഏകദേശം ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ 5ാമത്തെ ഗിയറിലാണെന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല, എല്ലാം വ്യക്തമല്ലേ? ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണ്? ആ ഒരു സ്പീഡ് ഏകദേശം ഒരു 40, 30, 20. 5th ഗിയർ ആണെന്ന് ഓർത്തോണം, മറക്കരുത്, 5th കിടക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ സഡനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉടനെ നിർത്താൻ പോവുകയാണെങ്കിൽ ബ്രേക്ക് ചവിട്ടി 60ൽ നിന്നും താഴോട്ടാകുന്നതിനനുസരിച്ച് ക്ലച്ച് അപ്ലൈ ചെയ്ത്, അതായത് ക്ലച്ച് അപ്ലൈ ചെയ്ത് 5th നിങ്ങളുടെ വാഹനം 5th 4th ബ്രേക്ക് ഞാൻ കാലെടുത്തിട്ടില്ലേ, ക്ലച്ച് ഒന്നുകൂടെ ചവിട്ടി 3rd ക്ലച്ച് എടുത്തു. അപ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ക്ലച്ച് ചവിട്ടി 2nd, ഇങ്ങനെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 60ൽ നിന്ന സമയത്ത് 60ൽ നിന്നും 50 ആയി, 50ൽ നിന്ന് 40 ആകുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ 4th ആക്കി. 4th ആക്കിയതിന് ശേഷം അന്നേരം തന്നെ, അതായത് 4th വന്ന് ഏകദേശം ക്ലച്ചിൽ നിന്ന് കാലെടുത്ത ഉടനെ തന്നെ ഒന്നുകൂടെ ക്ലച്ച് ചവിട്ടി 3rd ആക്കി. അന്നേരം സ്പീഡ് പിന്നെ റെഡ്യൂസ് ആവും, 30ഓളം ആയിക്കോളും, തന്നെ ആവും. കാരണം ആ ഗിയറിൻ്റെ റേഷ്യോയുടെ ഇതനുസരിച്ച് പെട്ടെന്ന് ഡൗൺ ആയിക്കോളും. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ക്ലച്ച് ചവിട്ടി 2nd ആയപ്പോഴേക്ക് ഏകദേശം 20യുടെ താഴെ പോയി. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് അപ്ലൈ ചെയ്ത് ക്ലച്ചും കൂടെ ഫുൾ അപ്ലൈ ചെയ്ത് വാഹനം നിർത്താൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു സഡൻ ബ്രേക്കിംഗ് ആവശ്യം വരുന്നൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ അതും ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സഡനായിട്ട് ബ്രേക്ക് ചവിട്ടാണ്, ഏകദേശം 60 കിലോമീറ്റർ സ്പീഡ് നിൽക്കുകയാണ്, 5ാമത്തെ ഗിയറിലാണ്. ഈ പറഞ്ഞ പോലെ ഗിയർ 3rd അല്ലെങ്കിൽ ഒരു 4th, 3rd, 2nd ഒന്നും ആക്കാനുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല, സത്യമാണ്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തോ. ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം ഏകദേശം ഒരു 20 കിലോമീറ്റർ സ്പീഡൊക്കെ ആകുന്ന സമയത്ത് അന്നേരം ക്ലച്ച് ചവിട്ടിയാൽ മതി. ഒരു കുഴപ്പമില്ല, എഞ്ചിൻ ഇടിച്ച് ഓഫാകാനും പോകുന്നില്ല. ആ കാര്യം 100% ഉറപ്പാണ്. ഏകദേശം ഒരു 20ക്ക് താഴെ പോയാലും പ്രശ്നം വരുന്നില്ല. എന്നാലും 20ക്ക് ആകുമ്പോഴത്തേക്കും തന്നെ ക്ലച്ച് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്പീഡ് ഗ്രാജുവലായിട്ട് കുറയ്ക്കാനും സാധിക്കും. കാരണം എഞ്ചിനും കൂടെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഈ രീതിക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ഒന്നിച്ച് ചവിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചവിട്ടില്ല. ആദ്യം ബ്രേക്ക് ചെയ്യുക, വാഹനത്തിൻ്റെ സ്പീഡ് കുറഞ്ഞ് ഏകദേശം നിൽക്കാറാകുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ആകുന്ന സാഹചര്യത്തിൽ മാത്രം ക്ലച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.